നിങ്ങൾ അവരോട് ഇപ്പം അങ്കിളും ആൻറ്റിയും വിരുന്നിന് വല്ല ഫോറിൻ രാജ്യങ്ങളിലൊക്കെ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ ചിലപ്പോൾ അന്ന് കുടുംബ പ്രാർത്ഥന പോലും ഉണ്ടാകത്തില്ല. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ പാചക വിധികളും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടവരല്ലേ, പോയി രക്ഷപ്പെടുത്തേണ്ടവരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ ഞായറാഴ്ച കുർബാനയും പോകും. ഇവരെല്ലാം നമ്മൾ അറിയാതെ ഒരു അതർ ഗോഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. പക്ഷേ കുഞ്ഞുങ്ങളെ ജോലിക്ക് പോകേണ്ട സമയമാകുമ്പോൾ ഒന്നെങ്കിൽ അങ്കിള് കല്യാണം കഴിച്ച് കാണും, ആൻറ്റി കല്യാണം കഴിച്ച് കാണും. അങ്ങനെ വരുമ്പോൾ അവർക്ക് നിങ്ങളെ പറഞ്ഞ പോലെ സഹായിക്കാൻ പറ്റുമെന്ന് വരുന്നില്ല. പല ആൾക്കാരിങ്ങനെ വെള്ളത്തിൽ കിടന്ന് നീന്തണേണ്ട കാര്യം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന്മാരിൽ അഭയം പ്രാപിച്ചത് കൊണ്ടാണ്. അതാണ് അതർ ഗോഡ് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പം അതർ ഗോഡ് എന്തുവാകാം, നമ്മളെപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒപ്പമെങ്കിലും അവലംബം വേറെ വല്ല സ്ഥാപനജംഗ വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ കൊടുക്കുന്നുണ്ടോ എന്ന്. എങ്കിൽ അവരെ കൊണ്ട് നാളെ നമുക്ക് സങ്കടം വരാൻ സാധ്യതയുണ്ട്. തന്നെയല്ല, ഈ ദൈവമായിട്ട് റിലേഷൻ പിന്നെ ഒരിക്കലും ശരിയാകത്തില്ല. ദൈവം ഒരിക്കലും അതുകൊണ്ട് എപ്പോഴും പറയുമേ, നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ നീ ഒരിക്കലും സേവിക്കരുതെന്ന് പറയും. അതാണ് നിൻ്റെ വിഭജിത ഹൃദയം. നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ ഒരിക്കലും നീ സേവിക്കരുത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ അങ്ങനെ വചനമുണ്ടാ? വചനമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം കിട്ടുന്ന വചനമുണ്ട്. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ. മർക്കോസ് 12:30. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ. എല്ലാം പൂർണ്ണമാണേ, അവിടെ ഒന്നും ഭാഗികമില്ല. നിങ്ങൾ ദൈവം പാതി മനുഷ്യൻ പാതി എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ വലിയ പഴഞ്ചൊല്ലാണ്. അതൊന്നുമല്ല. ദൈവത്തിൽ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരെ പ്രിൻസിപ്പൽ ഡിപ്പെൻഡൻസ് ദൈവത്തിൽ തന്നെ കൊടുക്കണം. കാര്യം എന്താണ്? മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളിലും ദൈവം തീരുമാനിച്ചായാലാണ് വർക്കൗട്ട് ചെയ്യണത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.